ഏറെ ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ തലവാചകം പോലെ മനുഷ്യരോടുള്ള സംസാരമാണ് ഇത്. പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കിടയിൽ വെറുപ്പ് നിറക്കാൻ ബോധപൂർവമായ അജണ്ടകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒന്നടുത്തിരിക്കാനും പരസ്പരം അറിയാനുമുള്ള ഇത്തരം അവസരങ്ങൾ പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിലേക്കുള്ള ചില സൂചനകൾ മാത്രം നൽകി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. പല ഐതിഹ്യങ്ങളുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഏതെങ്കിലും ഒരു ഐതിഹ്യമല്ല, കെട്ടുകഥയല്ല പ്രവാചകന്റെ ജീവിതം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അതെങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ച് ഈ കാലഘട്ടത്തിലും പഠിക്കാൻ കഴിയുന്ന തെളിച്ചമുള്ള ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസീറത്തുൽ അറബിലാണ് ജനിക്കുന്നത്, അറേബ്യൻ ഉപദ്വീപിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ആ ഒരു സമയത്ത് ഇത് കുൻതും അദാ, ആ ജനത പരസ്പരം ശത്രുതയിലായിരുന്നു, പരസ്പരം യുദ്ധം ചെയ്തിരുന്ന, തങ്ങളുടെ അതിർത്തിയിലേക്ക് അയൽക്കാരന്റെ അതിരിൽ നിന്ന് ഒരു ഒട്ടകം വന്നതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന യുദ്ധവെറിയന്മാരുടെ ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ദൂതനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ വിശ്വാസരംഗത്ത് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന് പുറമെ പലതിനെയും അവർ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളോട് അവർ പ്രാർത്ഥിച്ചു. യാത്രയിൽ അവരുടെ കൂടെ വിഗ്രഹങ്ങളില്ല എങ്കിൽ മണൽക്കൂനകൾ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒട്ടകത്തെ കറന്ന് ആ പാലൊടിച്ച മണ്ണിന്റെ മുന്നിൽ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചിരുന്ന, സൂര്യനോട് പ്രാർത്ഥിച്ചിരുന്ന, നക്ഷത്രങ്ങളോട് പ്രാർത്ഥിച്ചിരുന്ന, അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവർ കൊത്തിയുണ്ടാക്കിയ മരങ്ങളോടും കല്ലുകളോടും പ്രാർത്ഥിച്ചിരുന്ന വിശ്വാസപരമായ ജീർണത ആ സമൂഹത്തിലുണ്ടായിരുന്നു. അവരുടെ കർമ്മങ്ങളിലും ആ രൂപത്തിലുള്ള ജീർണതകൾ ഉണ്ടായിരുന്നു. മദ്യം സാർവത്രികമായിരുന്നു. മദ്യത്തിൽ വീണ് ചത്തുകിടക്കുന്ന വണ്ടിനെ നോക്കി ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കവി പാടി, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, ഞങ്ങൾക്ക് കുടിക്കാനേ കഴിയുന്നുള്ളൂ, നിനക്കതിൽ വീണു മരിക്കാൻ കഴിഞ്ഞല്ലോ. മദ്യത്തിൽ വീണു മരിക്കുക എന്നുള്ളത് വലിയ അഭിമാനമായി കണ്ടിരുന്ന, പെണ്ണിന് വില കൽപ്പിക്കാതിരുന്ന, പെണ്ണിന് സ്വത്തവകാശമില്ലാതിരുന്ന, ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ മുഖമിരുണ്ടുപോകുന്ന അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ജാഹിലിയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടം. ആ പ്രവാചകന്റെ ജനനം ക്രിസ്താബ്ദം 571 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും ആമിനയുടെ മകൻ, അങ്ങനെ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ക്രിസ്താബ്ദം 571 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിരുന്നു ആനക്കലഹം. അബ്രഹത്തിന്റെ സൈന്യം കഅബ തകർക്കാൻ വന്ന ആനക്കലഹം കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ആ ജനനത്തിന് മുമ്പ് തന്നെ, ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടു.
യതീമാവുക, ഉപ്പ മരണപ്പെടുക എന്നുള്ളതിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും തീവ്രമായ, ഏറ്റവും സങ്കടം നിറഞ്ഞു നിൽക്കുന്ന, ഉപ്പയെ കാണാൻ കഴിയാതെ, ഉപ്പയുടെ ഓർമ്മകളില്ലാതെ, അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. ഉമ്മയുടെ കൂടെ, ഉമ്മയുടെ ഭൃത്യ ഉമ്മു ഐമന്റെ കൂടെ 6-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യസിരിബിലേക്ക് അഥവാ ഇന്നത്തെ മദീനയിലേക്ക് യാത്ര തിരിച്ചു. ആ മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന യാത്രയിൽ അബവായിൽ വെച്ചുകൊണ്ട് 6-ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അഥവാ 6-ാമത്തെ വയസ്സിൽ തന്നെ ലോകത്തിന്റെ പ്രവാചകന്റെ ഉപ്പയും ഉമ്മയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സന്തോഷമെന്ന് പറയുന്ന ഒന്നും ആ ബാല്യത്തിലില്ല. കൂടെ കളിക്കാൻ ഒരു ജ്യേഷ്ഠനില്ല, ഒരു അനുജനില്ല, താങ്ങായി ഒരു പെങ്ങളില്ല, ഒരു സഹോദരിയില്ല. ഉപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മകൾ പോലും ആ ബാല്യത്തിലെ നോവുകളായി പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 6-ാമത്തെ വയസ്സിൽ ഉമ്മു ഐമന്റെ കയ്യും പിടിച്ച് ഒരു ബാല്യക്കാരൻ മക്കയിലേക്ക് തിരിച്ചു വരുന്നത് ചരിത്രത്തിൽ കാണാം. പിന്നീട് വല്ലിപ്പ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്നത്. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും ലോകത്ത് നിന്ന് വിട പറഞ്ഞു. മരണപ്പെടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ സഹോദരനായ അബൂ താലിബിന്റെ കൈകളിൽ 8 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. ചെറുപ്പത്തിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് പ്രവാചകന്റെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്, തൊഴിൽ ചെയ്തിട്ടുണ്ട്. അന്ന് അറബികൾ സാർവത്രികമായി ആടിനെ മേച്ചിരുന്നവരാണ്, കർഷകരാണ്. അത്തരം തൊഴിലുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ നബുവത്തിന് മുമ്പ് തന്നെ, പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത, പ്രവാചകന്റെ അമാനത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദുക്കും സത്യസന്ധതയും അറബികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു. അവരുടെ സമ്പത്ത് കച്ചവടത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഏൽപ്പിക്കുമായിരുന്നു. മറ്റുള്ളവരെ ഏൽപ്പിച്ചതിനേക്കാൾ ഇരട്ടി ലാഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടത്തിലൂടെ അവർക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ആദ്യത്തെ ഇണ ഖദീജ റളിയല്ലാഹു തആല അവര് കടന്നു വന്നു. പ്രവാചകനേക്കാൾ പ്രായമുണ്ടവർക്ക്. പ്രവാചകന്റെ വിവാഹങ്ങളെ വിമർശിക്കുന്നവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ, ആദ്യമായി കൊണ്ടൊരു കന്യകയല്ല, പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ പ്രായമുണ്ടായിരുന്ന 2 ഭർത്താക്കന്മാർ മരണപ്പെട്ട 3-ലധികം വരുന്ന മക്കളുള്ള യതീമുകളുള്ള ഖദീജ റളിയല്ലാഹു തആല പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നബുവത്തിന് മുമ്പ് തന്നെ അറബികൾക്കിടയിലുള്ള പൊതു നന്മകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. 35-ാമത്തെ വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണം നടന്നു. അതിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അന്ന് നബുവത്ത് ലഭിച്ചിട്ടില്ല, അന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല. ആ കഅബ പുനർനിർമ്മിക്കുന്ന സമയത്താണ് അറബികൾക്കിടയിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ഹജറുൽ അസ്വദ്, അവര് പവിത്രമായി കാണുന്ന കല്ല്, ആ കല്ല് ഏതു ഗോത്രമാണ് എടുത്തു വെക്കുക? ഏതു ഗോത്രമാണ് ആ കല്ല് കഅബയിൽ നിന്ന് മാറ്റിവെക്കുക? ഹജറുൽ അസ്വദ് ആരാണ് കൈകൾ കൊണ്ട് സ്പർശിച്ച് മാറ്റിവെക്കുക? ഓരോ ഗോത്രങ്ങളും പ്രഖ്യാപിച്ചു, ഇത് ഞങ്ങളുടെ നേതാക്കളായിരിക്കണം, ഞങ്ങളുടെ നേതാവായിരിക്കണം. ഒട്ടകത്തെ അറുത്ത് ആ രക്തം ഒരു പാത്രത്തിലാക്കി അത് കൈകളിൽ മുക്കി ചില ഗോത്രത്തിന്റെ നേതാക്കന്മാർ ശപഥം ചെയ്തു, ഞങ്ങളുടെ നേതാവല്ലാത്ത മറ്റു വല്ലവരും ഹജറുൽ അസ്വദ് സ്പർശിച്ചു കഴിഞ്ഞാൽ മക്കയിൽ രക്തപ്പുഴ ഒഴുകും. പ്രായം ചെന്നൊരു മനുഷ്യൻ പറഞ്ഞു, ശരി, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആരാണ് ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത്? ആ മനുഷ്യൻ തീരുമാനം പറയട്ടെ. മക്ക ഒരു രണഭൂമിയിലാണ്, യുദ്ധഭൂമിയിലാണ്. അവിടേക്ക് കടന്നു വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. ഉടനെ അവരൊന്നടങ്കം പറഞ്ഞു, അൽ അമീൻ,
വിശ്വസ്തനായ അൽ അമീനായ മുഹമ്മദ് ഇദാ വന്നിരിക്കുന്നു, ഞങ്ങൾക്കെല്ലാം അംഗീകാരമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തട്ടം വിരിച്ച് പ്രവാചകന്റെ കൈകൾ കൊണ്ട് ആ കല്ല് ആ തട്ടത്തിലേക്ക് വച്ച് എല്ലാ ഗോത്രത്തിന്റെ നേതാക്കന്മാരോടും അതിന്റെ ഓരോ വശങ്ങളിൽ പിടിക്കാൻ പറഞ്ഞ് ഏറ്റവും സമർത്ഥമായി, ഏറ്റവും ഹിക്മത്തോടുകൂടെ, വിവേകത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം കൈകാര്യം ചെയ്തു. നബുവത്തിന് മുമ്പ് ഫലം യശ്രിബിൽ ഖംർ, മദ്യം സാർവത്രികമായിരുന്ന ആ നാട്ടിൽ പ്രവാചകൻ മദ്യപിച്ചിട്ടില്ല. വലം യസ്ജുദ് ലിസ്വനമിൻ, ഒരു വിഗ്രഹത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ടില്ല. പ്രവാചകൻ ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ പിറകെ പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, പ്രവാചകന്റെ രഹസ്യങ്ങളെക്കുറിച്ച്, പ്രവാചകന്റെ സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ച് 40 വയസ്സുവരെ മക്കയിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു മനുഷ്യർക്കും പരാതികളില്ല. 40ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ സട്ടാവ് പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ പുലരുന്ന സ്വപ്നങ്ങളായിരുന്നു. ചില സ്വപ്നങ്ങൾ കാണും, അത് പ്രഭാതം പോലെ പുലരും. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കൂട്ടത്തിൽ നിന്നു മാറി തിന്മ നിറഞ്ഞ ശിർക്കും വ്യഭിചാരങ്ങളും മദ്യവും എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളും നിറഞ്ഞ ആ നാട്ടിൽ നിന്നു മാറി ഹിറയിൽ ചെന്ന്, ഗുഹയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിക്കുക എന്നുള്ളത് പ്രവാചകന്റെ പതിവായിരുന്നു. അങ്ങനെ ഹിറയിൽ കഴിയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ആ ജിബ്രീൽ പ്രവാചകനോടായി പറയുന്നു, ഇഖ്റ, മുഹമ്മദേ വായിക്കണം. പ്രവാചകന്റെ മറുപടി, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. പ്രവാചകൻ എഴുത്തറിയില്ല, പ്രവാചകന് വായന അറിയില്ല. എഴുത്തും വായനയും അറിയാത്ത ഞാൻ എങ്ങനെയാണ് വായിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അണച്ചുപൂട്ടി വീണ്ടും പറഞ്ഞു, ഇഖ്റ, മുഹമ്മദേ വായിക്കണം. രണ്ടാമതും പ്രവാചകന്റെ മറുപടി, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലക്, അലക്കിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച, അള്ളിപ്പിടിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവിന്റെ വാക്കുകൾ അത് വായിക്കണേ എന്ന പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. പ്രവാചകൻ പേടിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച. പേടിച്ചു വിറച്ച്, സമ്മിലൂനി ദസ്സിറൂനി സുബ്ബു അലയ്യ മാഅൻ ബാരിദ, എന്നെ ഒന്ന് പുതപ്പിക്കണേ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട തന്റെ ഭാര്യ ഖദീജയുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിവേഗത്തിൽ ഓടിയെത്തുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടെ കുത്തുവാക്കുകൾ കൊണ്ട് പ്രവാചകനെ നോവിച്ചില്ല. പ്രവാചകന്റെ ഭാര്യയുടെ മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലാ യുഖ്സികല്ലാഹു അബദ, നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നിങ്ങൾ അഗതികളെ ആദരിക്കുന്ന, അതിഥികളെ ആദരിക്കുന്ന, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന, കുടുംബബന്ധം ചേർക്കുന്ന, കാലക്കെടുതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് താങ്ങാകുന്ന ഈ നാട്ടിൽ അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടവരല്ലേ. ഒരിക്കലും ലോകത്തിന്റെ സട്ടാവ് നിങ്ങളെ കൈയൊടിയുകയില്ല. പ്രവാചകനെയും പിടിച്ച് അന്ന് ക്രൈസ്തവ മതത്തിൽ ആഴത്തിൽ അറിവുള്ള വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ പോവുകയാണ്. വറഖത്ത് ഇബ്നു നൗഫൽ പ്രവാചകന്റെ സംസാരം കേട്ടുകൊണ്ട് പറയുന്നത്, അന്ന ഹാദൽ മലക്കുല്ലദീ നസല അലാ മൂസ, മുഹമ്മദ് താങ്കളുടെ അരികിലേക്ക് വന്നിട്ടുള്ളത് മൂസ പ്രവാചകന്റെ, മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അരികിലേക്ക് വഹ്യുമായി കടന്നു വന്ന, ദിവ്യ സന്ദേശങ്ങളുമായി കടന്നു വന്ന ജിബ്രീലാണ്, മലക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. പിന്നീട് 3 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനമാണ്. പ്രവാചകൻ രഹസ്യമായി ജനങ്ങളെ ക്ഷണിച്ചു. മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം ഇതാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല എന്നതാണ്. ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മിടിക്കുന്ന ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന
ആ സട്ടാവിനെ, അവനെ ആരാധിക്കണം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും അവരെയെല്ലാം സൃഷ്ടിച്ച ആ ഏകനായ സട്ടാവിനെ, മുസ്ലിമിന്റെ ദൈവത്തെയല്ല, അറബിയുടെ ദൈവത്തെയല്ല, അറബിയുടെയും അജമിയുടെയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആ ദൈവത്തെ ആരാധിക്കണമെന്ന ആദർശം രഹസ്യമായി പ്രവാചകൻ ക്ഷണിച്ചു. പ്രവാചകനോട് അടുപ്പമുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. കുടുംബം ഇസ്ലാം സ്വീകരിച്ചു, ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, മക്കൾ ഇസ്ലാം സ്വീകരിച്ചു, വീട്ടിൽ കഴിയുന്ന അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. 3 വർഷത്തിന് ശേഷം റബ്ബിന്റെ കൽപ്പനയുണ്ടായി, വഅൻദിർ അശീറതകൽ അഖറബീൻ, പരസ്യമായി പ്രഖ്യാപിക്കണം. തന്റെ കുടുംബക്കാർക്കിടയിലേക്ക് ചെന്ന് ഈ സത്യം മൂടി വെക്കേണ്ടതല്ല, ഈ സത്യം മറച്ചു വെക്കേണ്ടതില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, ഈ സത്യം മുഴങ്ങട്ടെ, ജനങ്ങളോട് പറയട്ടെ. പ്രവാചകരെ, ജനങ്ങളിലേക്ക് പടരുക, ഈ ആദർശം കൈമാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മലമുകളിലേക്ക് കയറി അറബികളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഈ മലയുടെ പിറകിൽ നിന്നൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഇതാ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? അവരുടെ മറുപടി, മാജറബ്ന അലൈക കദിബൻ മുഹമ്മദ്, ഞങ്ങൾ അംഗീകരിക്കും. കളവെന്താണെന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ ഒരു കളവിന്റെ നാമ്പ് പോലും ഞങ്ങൾക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിഷേധിക്കുക? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്, എങ്കിൽ മനുഷ്യരെ, അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശം പറഞ്ഞതോടുകൂടെ ആ നാടെതിരാവുകയാണ്. അബൂലഹബിന്റെ മറുപടി, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശം. ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇങ്ങനെ കാരണവന്മാരായി ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളെ വിട്ട്, ഇബ്രാഹിം നബിയെ വിട്ട്, ഇസ്മായിൽ നബിയെ വിട്ട്, ഞങ്ങളുടെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ആരാധ്യന്മാരെ വിട്ട് ഏകനായൊരു റബ്ബ് മാത്രം, ഏകനായൊരു സട്ടാവ് മാത്രം എന്ന ആദർശമാണോ നീ പറയുന്നത്? നിനക്ക് നാശം എന്നവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. പീഡനങ്ങൾ ആരംഭിക്കുന്നു, കൊടിയ പീഡനങ്ങൾ, അതിശക്തമായ പീഡനങ്ങൾ. പ്രവാചകന്റെ അണികൾ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബശയിലുള്ള അടിമയാണ്. കഅബയുടെ അരികിൽ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി പാറക്കല്ലുകൾ നെഞ്ചിലേക്ക് കയറ്റി വെച്ച് ഉമയ്യത്തും കിങ്കരന്മാരും പൊതിരെ തല്ലുന്നുണ്ട്. കഴുത്തിൽ കയറിട്ട് മക്കയിലെ കുട്ടികളുടെ കൈകളിൽ നൽകി വലിക്കടാ ബിലാലിനെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പട്ടിണി പാവങ്ങൾ ഈ മനസ്സിലാക്കിയ സത്യത്തിൽ നിന്ന്, ഈ തൗഹീദിൽ നിന്ന് മാറാൻ അവര് തയ്യാറായിരുന്നില്ല. പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കൂട്ടരെ, ഹബശയിലേക്ക് മക്കയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ നേഗസ് രാജാവ് എന്ന ഭരണാധികാരിയുണ്ട്. ആ നേഗസ് രാജാവിന്റെ അരികിൽ ചെന്നാൽ സുരക്ഷിതത്വമുണ്ട്. ഇവിടെ ആക്രമിക്കപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയാണ്. മക്കയിൽ പ്രവാചകനോ സ്വഹാബത്തോ ഒരു കല്ല് പോലും തന്നെ ആക്രമിച്ചവരുടെ നേരെ ഉതിർത്തെറിഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഹബശയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ യാത്ര തിരിച്ചു. പിന്നീട് കരുത്തരായ ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം ശക്തിയാർജിച്ചു. ഇസ്ലാമിന് ഒരൽപ്പം ഉയർച്ചയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ ആക്രമണങ്ങൾ തുടർന്ന് മക്കയിൽ നിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് യാത്ര തിരിച്ചു. മക്കയിൽ നിന്ന് അകലെയുള്ള ത്വായിഫിലേക്ക്. ത്വായിഫുകാർ സ്വീകരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ത്വായിഫിൽ നിന്നും കാരുണ്യത്തിന്റെ പ്രവാചകനെ കല്ലെറിഞ്ഞു, ആട്ടിയോടിച്ചു. പ്രവാചകന്റെ നെറ്റി പൊട്ടി, കാല് പൊട്ടി, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ഒരു മുന്തിരിവള്ളിയുടെ താഴെ കിടക്കുമ്പോ മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ പർവ്വതങ്ങൾ ഈ ജനതയുടെ മുകളിലേക്കിട്ട് അവരെ നശിപ്പിക്കട്ടെ? പ്രവാചകന്റെ മറുപടി, അവരുടെ പിറകിൽ നിന്നൊരു മനുഷ്യനെങ്കിലും ഈ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ ജനതയെ, ആ മനുഷ്യരെ നശിപ്പിക്കരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹജ്ജിന്റെ കാലമായി. ഒരുപാട് മനുഷ്യർ ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് എത്തി. പ്രവാചകൻ അവരോട് സംസാരിച്ചു.
നിരന്തരമായി സംസാരിച്ചു, പരസ്യമായി വിളിച്ചു, രഹസ്യമായി വിളിച്ചു, കാണുന്നവരോടെല്ലാം ഹൃദയം കൊണ്ട് സംവദിച്ചു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ അന്നത്തെ യസ്രിബിൽ നിന്നുള്ള ചില മനുഷ്യർ അവർ ഇസ്ലാം സ്വീകരിച്ചു. അവർ തിരിച്ചു മദീനയിലേക്ക് മടങ്ങി. ആ മദീനയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി മുസ്അബ് ഇബ്നു ഉമൈറിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറഞ്ഞയച്ചു. ആ മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നു. യസ്രിബ്, ഏതാണ് യസ്രിബ്? രണ്ട് ഗോത്രങ്ങളായി പിരിഞ്ഞ് ഔസും ഖസ്റജുമായി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന യസ്രിബുകാർ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ ആ ഹൃദയങ്ങളിൽ ഇണക്കമുണ്ടായി. അവർ അൻസാരികളായി മാറി. അവർ പരസ്പരം സ്നേഹിച്ചു. മദീനയുടെ ഓരോ വീടുകളിലും, മദീനയുടെ ഓരോ കൂരകളിലും ഇസ്ലാമിന്റെ സന്ദേശമെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമെത്തി. അങ്ങനെ സ്വഹാബികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാരംഭിക്കുന്നു, ഹിജറയാരംഭിക്കുന്നു. മക്കയിൽ ജീവിക്കാൻ കഴിയാതെയാണ് പോകുന്നത്. മക്കയിലെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആ യാത്ര. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ മക്കയിൽ താമസിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കളുണ്ട്. പ്രവാചകൻ അൽ അമീനാണ്. അതുകൊണ്ട് തന്നെ മക്കക്കാർ പ്രവാചകനെ ആക്രമിച്ച അതേ അറബികൾ അവർ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അവരിലേക്കു തന്നെ തിരിച്ചയക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം അവകാശങ്ങൾ അത് കൈവശം വെക്കാൻ പാടില്ല. അതിന്റെ ഉടമസ്ഥരിലേക്ക് തന്നെ തിരിച്ചു നൽകാൻ വേണ്ടി അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർത്തുകയാണ്. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. ശത്രുക്കൾ പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകങ്ങളാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജീവനോടെ പിടിച്ചാൽ, കടുത്തറുത്ത് ഛേദിക്കപ്പെട്ട തല അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ 100 ഒട്ടകങ്ങളാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിറയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ശത്രുവിന്റെ കാലൊന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണാം. അത്ര അരികിൽ ശത്രു വന്ന് നിൽക്കുമ്പോ പതിഞ്ഞ സ്വരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നബിയേ, നമ്മൾ പിടിക്കപ്പെടുമോ? പ്രവാചകന്റെ മറുപടി, അബൂബക്കർ, നമ്മൾ 2 പേരാണെന്ന് കരുതിയോ? അള്ളാഹു കൂടെയുണ്ട് അബൂബക്കർ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നു. യസ്രിബിൽ ഇസ്ലാം എത്തുന്നു. ദേഷ്യം സഹിക്കാൻ കഴിയാത്ത മക്കക്കാർ വീണ്ടും പ്രവാചകനെ ആക്രമിക്കാൻ, പ്രവാചകനെ തകർക്കാൻ അവർ മദീനയിലേക്ക് വന്നു. അതാണ് ബദർ, അതാണ് ഉഹദ്. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കപ്പെടും. പ്രവാചകനെ യുദ്ധക്കൊതിയനായി പഠിപ്പിക്കപ്പെടുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത യുദ്ധങ്ങളിൽ എത്ര മനുഷ്യർ പ്രവാചകന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടു? വസ്തുനിഷ്ഠമായി ഒന്ന് പഠിക്കണ്ടേ? ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇടുമ്പോഴേക്കും അതിന്റെ താഴെ കമന്റായി മുസ്ലിമീങ്ങളുടെ ഭീകരവാദികളാണ് എന്ന കാർട്ടൂണുകൾ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പേര് വെച്ച ചിത്രങ്ങൾ നൽകി പ്രവാചകന്റെ കൈകളിൽ AK-47 ബോംബും നൽകുന്ന കാർട്ടൂണുകൾ വരക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ പ്രവാചകന്റെ കൈകൾ കൊണ്ട് എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു? ലോകയുദ്ധങ്ങളെപ്പോലെ, മഹാലോക യുദ്ധങ്ങളെപ്പോലെ ലക്ഷങ്ങളുണ്ടോ? 10,000-ങ്ങളുണ്ടോ? ഒരേ ഒരു മനുഷ്യനാണ് പ്രവാചക ജീവിതത്തിലെ യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ വധിക്കപ്പെട്ടത്. ഇത് പറയാൻ മീഡിയകൾക്ക് തന്റെ ഇടമുണ്ടോ? പക്ഷെ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീകരവാദിയാക്കി ചിത്രീകരിക്കാൻ വളരെ മോശപ്പെട്ട വാക്കുകളാണ് ഇത്തരം ആളുകൾ പ്രയോഗിക്കാറുള്ളത്. പിന്നീടാണ് ഹിജ്റയുടെ 6-ൽ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. മക്കയിലേക്ക് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. പ്രവാചകനെ തടഞ്ഞു വെക്കുന്നു. തിരിച്ചു പോകണം, നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കരുത്, അടുത്ത വർഷം മക്കയിലേക്കുള്ള യാത്രയാകാം. അതുപോലെ തന്നെ
മക്കയിലുള്ള ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ ഇനി മദീനയിലേക്ക് സ്വീകരിക്കരുത്. മദീനയിലുള്ള ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയാൽ തിരിച്ചയക്കുകയും ചെയ്യണം. പ്രവാചകൻ ആ കരാർ അംഗീകരിച്ചു. കാരണം അതോടുകൂടെ യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്, ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്, അക്രമങ്ങൾ ഇല്ലാതാവുകയാണ്. പ്രവാചകൻ ആഗ്രഹിച്ചൊരു സമാധാനമാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. പരസ്പരം കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവർ, 5 നേരം നമസ്കാരത്തിൽ നിന്ന് സലാം മുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നവർ, സമാധാനം എന്ന് പ്രഖ്യാപിക്കുന്ന ആദർശത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് കൂട്ടരെ ഏതെങ്കിലും വഴിയാരങ്ങളിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ, ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് നിറയൊഴിക്കാൻ സാധിക്കുന്നത്? അത് ഇസ്ലാമല്ല. അതിന് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ ഹിജ്റയുടെ 6-ൽ ഹുദൈബിയ സന്ധി നടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, ഇത് വിജയമാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ നാളുകളാണ്. അതിശക്തമായി ഇസ്ലാം എന്ന ആദർശം ഹൃദയങ്ങളോട് സംവദിക്കും. ഇന്ന് ലോകത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങളിലെ, വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലെ, ആദർശങ്ങളിലെ, ഇസങ്ങളിലെ ഇസ്ലാമിനെ പോലെ ഹൃദയങ്ങളോട് സംവദിക്കുന്ന, ഓരോ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആദർശമുണ്ടോ? അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാമിന് വിമർശനങ്ങളെ പേടിയില്ല. ഇസ്ലാമിന് ആരെങ്കിലും പേടിയില്ല. ഒരു മനുഷ്യരും ഇസ്ലാമിനെയും പേടിക്കേണ്ടതില്ല. ഇസ്ലാം കാരുണ്യമാണ്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള മനുഷ്യരോട് കാരുണ്യം കാണിക്കണേ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന് വ്യത്യസ്ത നാടുകളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജത്തിൽ നിൽക്കുന്നു. തടിച്ചുകൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തി പ്രവാചകൻ ഓതിക്കേൽപ്പിച്ചു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇതാ ഈ ആദർശം ഇസ്ലാം അത് പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ പൂർത്തിയായ ആദർശമാണ് ഇസ്ലാം. ഇതിൽ ഇനിയൊരു വാക്കുപോലും കടത്തിക്കൂട്ടാനില്ല, പണ്ഡിതന്മാർക്ക് കൂട്ടിച്ചേർക്കാനില്ല, ഗവേഷണം നടത്താനില്ല. അത്രയും ക്ലാരിറ്റിയുള്ള, തെളിച്ചമുള്ള പാതയാണ് ഇസ്ലാം. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ലോകത്തിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? റബ്ബേ, നീ സാക്ഷിയാണ്. ഇസ്ലാമിനെ ഞാൻ എത്തിച്ചു നൽകിയിട്ടുണ്ട്. 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ കഴിയുന്നത്. നമസ്കാരം ഏതു സമയത്തും മുസ്ലിമിന് പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം അവസാനിക്കരുത്. അബൂബക്കർ, നിങ്ങൾ നമസ്കാരത്തിന് നേതൃത്വം നൽകണം. തന്റെ ഭാര്യമാരരികിലേക്ക് വിളിച്ചു, എന്തെങ്കിലും എന്റെ പെരുമാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഈർഷ്യതയുള്ളതുണ്ടെങ്കിൽ, എന്റെ പെരുമാറ്റങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ തന്റെ ഭാര്യമാരോട് പറയുന്നു. പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ രണ്ടുപേരെയും അരികിലേക്ക് വിളിക്കുന്നു, ചുംബിക്കുന്നു. അവരോട് സംസാരിക്കുന്ന പ്രവാചകൻ തന്റെ മിമ്പറിൽ കയറി പ്രജകളോട്, ഇതാ മുഹമ്മദ് ആരുടെയെങ്കിലും അഭിമാനം ചതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സമ്പത്ത് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്റെ പെരുമാറ്റങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ പരലോകത്തേക്ക് വെക്കരുതേ, ക്ഷമിക്കണേ എന്ന് പറയുമ്പോ ഒരു സഹാബി കൈ ഉയർത്തി, നബിയെ, ഇത്ര ദിർഹം എനിക്ക് കിട്ടാനുണ്ട്. അത് സമ്പത്ത് ആഗ്രഹിച്ചിട്ടല്ല, ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പെങ്കിലും ആ പ്രവാചകന്റെ ഓർമ്മക്കായി വല്ലതും സൂക്ഷിച്ചു വെക്കാൻ. അങ്ങനെ തന്റെ പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര ചോദിച്ച് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി
ഇലാ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞ് 63-ാമത്തെ വയസ്സിൽ ഒരു റബീഉൽ അവ്വൽ 12-ന് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്ര തിരിച്ചു. പ്രിയമുള്ളവരെ, സ്വഹാബികൾ അവർ കണ്ണീർ കുതിർത്തു. ചില ആളുകൾ പ്രഖ്യാപിച്ചു, ഇല്ല, ഞങ്ങളുടെ പ്രവാചകൻ മരണപ്പെടുകയില്ല, പ്രവാചകന് മരണമില്ല. പലരുടെയും സംസാരങ്ങൾ വൈകാരികമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ കീഴിൽ ദീന് പഠിച്ച പ്രവാചകന്റെ സാഹിബ്, പ്രവാചകന്റെ ചങ്ങാതി, മിമ്പറിൽ കയറി മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചു, മൻ കാന യഅ്ബുദു മുഹമ്മദ് ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മനുഷ്യരെ, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചാൽ ഇതാ ആ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ലോകത്തെ സൃഷ്ടിച്ച സട്ടാവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, പ്രവാചകനെ സൃഷ്ടിച്ച മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച സട്ടാവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന ആദർശം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ തുല്യതകളില്ലാത്ത ഈ മഹാമനീഷിയുടെ ചരിത്രം ഒന്ന് കേൾക്കണേ, ഒന്ന് പഠിക്കണേ എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നതുവരെ നമ്മുടെ മറ്റ് തിരക്കുകളൊന്ന് മാറ്റിവെച്ച് വസ്തുനിഷ്ഠമായി ഒന്ന് കേൾക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.